ഞാൻ എന്റെ കൂട്ടുകാരോട് ഇത് അഭിമാനത്തോടെ കാണിക്കുകയാണ്. ഇതാണ് എന്റെ പുത്തം പുതിയ കണ്ടുപിടുത്തം. ഇതിന്റെ പേര് അതിനെന്ത് പറയുന്നറിയോ? അതിന്റെ പേര് ചേടാ, ഞാനതങ്ങ് മറന്നുപോയല്ലോ. അയ്യോ, വലിയൊരു ഫുട്ബോൾ ആണെന്ന് പറയേ. അല്ലല്ല, ഇത് ഒരു കാരണവശാലും പൊട്ടിപ്പോകില്ല. അല്ലല്ല, എപ്പോഴും തകർന്നു പോകാത്തത്. ചേടാ, അതങ്ങനെയല്ലല്ലോ. ഡോക്ടർ ആവിഷ്കാർ അങ്കിൾ, എങ്കിൽ പിന്നെ അങ്കിൾ എന്താണ് പറഞ്ഞു വരുന്നത്? അതായത് ഈ ബോൾ അൺബ്രേക്കബിൾ ആണെന്നാണോ? ഓ അതെ അതെ, കീക്കോ പറയുന്നത് ശരിയാണ്. ഇതിന്റെ പേര് ദി അൺബ്രേക്കബിൾ ബോൾ. പേര് അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അത് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ ആവിഷ്കാർ സിംഗ്? പറയാം, തീർച്ചയായും പറയാം. മേയർ സാറേ, ഈ കാണുന്ന ബോളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. പക്ഷെ ഞാൻ കണ്ണുകൊണ്ടല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേടാ, ഞാൻ പറയുന്ന കാര്യത്തിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുന്നേ. മേയർ അങ്കിൾ, ഡോക്ടർ ആവിഷ്കാർ അങ്കിൾ പറഞ്ഞു വരുന്നത് കണ്ണുകൊണ്ട് കാണാം, പക്ഷേ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കണമെന്നാ. മനസ്സിലായോ? എങ്കിൽ പിന്നെ അത് മനസ്സിലാക്കുന്ന രീതിയിൽ പറയണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഷൂട്ട് ചെയ്തതിന് ശേഷം പോലും ബോളിനൊന്നും പറ്റിയില്ലല്ലോ. ഞാനൊരു അല്പം കഴിച്ചോട്ടെ. ഇതൊന്നും ഒന്നുമില്ലെന്നേ. ഇപ്പൊ നോക്കിക്കോ, ഇതിന്റെ ഒറിജിനൽ പവർ. ഡോക്ടർ ആവിഷ്കാർ സെൻ അങ്കിൾ, ഒരുപക്ഷെ ആ ബോംബിന്റെ കൂടെ ആ ബോളും പൊട്ടിപ്പോയാലോ? അപ്പൊ എല്ലാവർക്കും പരിക്ക് പറ്റില്ലേ? ഡോണ്ട് വറി കീക്കോ, ഈ ബോള് വളരെ വളരെ സ്ട്രോങ് ആണ്. ആർക്കും ഒന്നും സംഭവിക്കില്ല. രണ്ട് വാക്കിൽ ഈ ബോളിന്റെ സ്ട്രെങ്തിനെ കുറിച്ച് പറയണമെങ്കിൽ സൂപ്പർ സ്ട്രോങ്. സാധാരണ സൂപ്പർ അല്ല, ഡബിൾ സൂപ്പർ. വെരി വെരി സ്ട്രോങ്. ഏതാണ്ട് എന്റെ വയറിന്റെ വിശപ്പ് പോലെ. ഡോക്ടർ അങ്കിൾ, ഇത് ശരിക്കും പവർഫുൾ ആയ കാര്യം തന്നെയാ. അങ്കിൾ ഇത് സേഫ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്ത് വെക്കണം. അതിനൊന്നും ആവശ്യമില്ല കീക്കോ. എന്റെ ലാബുള്ള ആ ബിൽഡിംഗിൽ ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. ഒരു കുഞ്ഞു പക്ഷിക്ക് പോലും അതിന്റെ ഉള്ളിൽ കടക്കാൻ പറ്റില്ല, ശ്രമിച്ചാലും പറ്റില്ല. അയ്യോ, നമ്മുടെ ഈ ഡോക്ടറെ, അതായത് ഡോക്ടർ ആവിഷ്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും സംഭവിച്ചാലല്ലേ വിശ്വസിക്കാൻ പറ്റൂ. ലപേട്ട, അത് ഓടിക്കൊണ്ടേയിരിക്കും. പിന്നെ ചപ്പേട്ട വെടിവെച്ച് തകർക്കും. ഇപ്പോഴുണ്ടായ ഈ പ്രശ്നത്തിന് എന്താണ് കാരണം? വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഇതെന്ത് പ്രശ്നമാണ് കീക്കോ? നമ്മൾ ഉടൻ തന്നെ ചെന്നത് തടഞ്ഞു നിർത്തണം പടി. പക്ഷേ എങ്ങനെ? ലപേട്ട എല്ലാം തകർത്ത് തരിപ്പണമാക്കും. പിന്നെ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും.
ദേ നോക്കൂ മിസ്റ്റേഴ്സ്, നിങ്ങളിപ്പോ തുടങ്ങി വെച്ചിരിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, അത് വലിയ തെറ്റാണ്. ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എനിക്ക് റോങ് മാത്രമല്ല, റോങ്ങിനേക്കാൾ അതിഭയങ്കരമായ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. നോക്കട്ടെ കീക്കോയും സൂപ്പർ സ്പീഡോയും ഞങ്ങളെ എങ്ങനെ തടഞ്ഞു നിർത്താൻ പോകുന്നുവെന്ന്. ലപേട്ട എല്ലാം തകർത്ത് തരിപ്പണമാക്കോ. പിന്നെ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. ചപ്പേട്ട പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കീക്കോയിനെയും സൂപ്പർ സ്പീഡോയിനെയും ഇന്ന് നമ്മൾ ആ ബോളിനകത്ത് വെച്ച് ലോക്ക് ചെയ്യണം. ഡോണ്ട് വറി ലപ്പേട്ട, കാര്യം കഴിഞ്ഞെന്ന് കരുതിക്കോളൂ. ലപേട്ട എല്ലാം തകർത്ത് തരിപ്പണമാക്കോ. പിന്നെ ഈ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. എന്ത് പറ്റി കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ? അവസാനം ഞങ്ങളുടെ ഈ ആക്രമണം കണ്ട് പേടിച്ച് ഓടുകയാണല്ലേ? പക്ഷെ ഞങ്ങൾ ഇതിന്റെ അത്ര പെട്ടെന്നൊന്നും ക്ഷമിച്ച് വെറുതെ വിടില്ല. സൂപ്പർ സ്പീഡോ, ഇതാണ് നമുക്ക് കിട്ടിയ ചാൻസ്. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 666. All right bro, activating formula 666. നിങ്ങൾ രണ്ടുപേരും എന്താ കരുതിയത്? അത്ര പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെടാന്ന് കരുതിയോ? ഡാ കൊച്ചു ചെക്ക, ഈ കാറ്റർപില്ലർ വണ്ടി ഞങ്ങൾ എല്ലാം ആലോചിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് വരെ അത് സ്വയം ഓട്ടോ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾ ഓട്ടോ റിപ്പയർ ചെയ്ത് കഴിഞ്ഞു. കീക്കോ, നിങ്ങൾ എങ്ങനെയാണ് ഓട്ടോ റിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് കാണട്ടെ. ലപേട്ട എല്ലാം തകർത്ത് തരിപ്പണമാക്കും. ഈ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. കീക്കോ, പ്രഷർ അധികമായിരിക്കുകയാണ്. എന്തെങ്കിലും പ്ലാൻ ചെയ്യൂ, ഇല്ലെങ്കിൽ അല്പസമയത്തിനുള്ളിൽ ഞാൻ പീസായി പോകും. സൂപ്പർ സ്പീഡോ, നമ്മളിപ്പോ ഫോർമുല നമ്പർ 11 ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 11. കീക്കോ, പ്രഷർ കാരണം എന്റെ സിസ്റ്റം മുഴുവനും ഡാമേജ് ആയിപ്പോയി. ഇതിൽ കൂടുതൽ സൈസ് എനിക്ക് വലുതാക്കാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോ, ഇനിയിപ്പോ ഇവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ബാക്കിയുള്ളൂ. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 65. നീ നിന്റെ നോർമൽ ഷേപ്പിലേക്ക് മാറിയേക്ക്. ഓക്കെ ഡ്യൂഡ്, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 65. ഇപ്പോ നീ ഞങ്ങളെ പേടിച്ച് ഓടി രക്ഷപ്പെട്ടുവല്ലേ? അല്ല ലപ്പേട്ട, അവനെ വെറുതെ വിടരുത്. ഇപ്പൊ ഇങ്ങനെ പറ, സൂപ്പർ സ്പീഡോ നമ്മുടെ കൺട്രോളിൽ എത്തിക്കഴിഞ്ഞു എന്ന്. നമ്മൾ വിജയിച്ചു. ഇനിയിപ്പോ നമുക്ക് വേറെ രീതിയിൽ കളി തുടങ്ങാം. സൂപ്പർ സ്പീഡായി അൺബ്രേക്കബിൾ ബോളിനകത്ത് കുടുങ്ങിപ്പോയല്ലോ. ഈക്കോ പിന്നെ സൂപ്പർ സ്പീഡോ, ഇത്രയും കാലം നിങ്ങൾ സൺസിറ്റിയുടെ ഹീറോ ആയിരുന്നില്ലേ? നിങ്ങൾ ഉള്ളപ്പോ ആർക്കും സൺസിറ്റിയിൽ കൊള്ളയടിക്കാൻ പറ്റില്ല. സൺസിറ്റിയിൽ ആർക്കും ഒരു അറ്റാക്കും ചെയ്യാനാവില്ല.
പക്ഷെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും നിന്റെ കൺമുൻപിൽ വെച്ച് സൺസിറ്റി കൊള്ളയടിക്കാൻ പോവുകയാണ്. പക്ഷേ അതോടെ സൺസിറ്റിയിൽ അതിഭയങ്കര ബ്ലാസ്റ്റും ഉണ്ടാക്കിയിട്ടേ പോകൂ. അതിനുശേഷം സൺസിറ്റിയിൽ കീക്കോയുടെയും സൂപ്പർ സ്പീഡോയുടെയും പേര് അറിയാതെ പോലും ആരും പറയില്ല. ഇപ്പൊ ഈ ടോട്ടൽ ഷോ ടൈം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബാൽക്കണിയിൽ ഇരുന്ന് കണ്ട് രസിക്ക്. നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ലപ്പേട്ട ചപ്പേട്ട ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യാനാ? ഇനി എന്ത് ചെയ്താലും ലപ്പേട്ടയും ചപ്പേട്ടയും തന്നെ ചെയ്യണം. അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എന്റെ ശരീരം വിറയ്ക്കുന്നു. ഡോക്ടർ ആവിഷ്കാർ സിംഗ്, ഇതിനിപ്പോ വേറെ എന്തെങ്കിലും വഴി ഉണ്ടാവില്ലേ? അതായത് കീക്കോയെയും സൂപ്പർ സ്പീഡോയെയും ആ ബോളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ? ഇല്ല. സൂപ്പർ സ്പീഡോ, നമ്മൾ ഇവിടെ ഉള്ളത് വരെ സൺസിറ്റിയിൽ ഒരു അറ്റാക്കും നീ സംഭവിക്കരുത്. പറഞ്ഞത് ശരിയാണ് ബ്രോ. എന്റെ ഓട്ടോ റിബൺ ശരിയായി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത് പറയൂ. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 58. ഓക്കെ ബ്രോ, അപ്ലൈയിങ് ഫോർമുല 58. കീക്കോ, ശരിക്കും ഈ ബോൾ അൺബ്രേക്കബിൾ തന്നെയാണ്. ഞാൻ പരമാവധി ശ്രമിച്ചിട്ട് പോലും എനിക്കത് തകർക്കാൻ കഴിഞ്ഞില്ല. തകർന്നില്ലായിരിക്കാം, പക്ഷേ മെൽറ്റ് ആവാൻ സാധ്യതയുണ്ടല്ലോ. കമോൺ ബഡി, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 9. ഗ്രേറ്റ് ഐഡിയ ബഡി. ആക്ടിവേറ്റിംഗ് ഫോർമുല 9. ഇതും ഫെയിൽ ആയി പോയല്ലോ. ഇതിൽ എന്റെ സൂപ്പർ ഡൂപ്പർ ഹോട്ട് റേസ് പോലും വർക്കൗട്ട് ആയില്ല. ഡോക്ടർ ആവിഷ്കാർ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഈ അൺബ്രേക്കബിൾ ബോൾ തയ്യാറാക്കിയതെന്ന് അറിയില്ല. സൺസിറ്റി തലകീഴായി മാറ്റി മറച്ചിട്ട് നശിപ്പിക്കണം. ടോട്ടൽ സൺസിറ്റിയും കൊള്ളയടിച്ചതിനു ശേഷം ഇപ്പോൾ മനസ്സിന് നല്ല സന്തോഷമുണ്ട്. ലപ്പേട്ട എല്ലാം തകർത്ത് തരിപ്പണമാക്കും. പിന്നെ ഈ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. ബഡി, നീ ഒരു കാര്യം ചെയ്യ, ഈ ബോള് പുഷ് ചെയ്ത് ഇവിടുന്ന് താഴേക്ക് തള്ളിവിട്ടേക്ക്. ഒരുപക്ഷെ ബോള് താഴെ വീഴുമ്പോ ബ്രേക്ക് ആയാൽ നമുക്ക് രക്ഷപ്പെടാം. ഓക്കെ ബ്രോ, ലെറ്റ് മീ ട്രൈ. ഓ നോ, ബോള് റിവേഴ്സ് ആയി തിരിച്ച് ടെറസിൽ തന്നെ വന്നേക്കാം. കീക്കോ സൂപ്പർ സ്പീഡോ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എങ്ങനെയെങ്കിലും ആ ബോളിൽ നിന്ന് പുറത്തു വന്നേക്കൂ. സൺസിറ്റിയിൽ ഇപ്പോൾ നിങ്ങളുടെ സഹായം വളരെ അത്യാവശ്യമാണ്. അയ്യോ മേയറേ, അങ്ങനെ അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റുമായിരുന്നെങ്കിൽ അവരെപ്പോഴോ പുറത്തേക്ക് വന്നേനെ. ആ നാശം പിടിച്ച ലപ്പേട്ട പിന്നെ ചപ്പേട്ട ആ ബോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന റിമോട്ട് എടുത്ത് ഇവിടുന്ന് എസ്കേപ്പ് ആയിരിക്ക. ഇനിയിപ്പോ നമ്മൾ തന്നെ ഇത് ബ്രേക്ക് ചെയ്യണം. ഞാൻ എന്റെ സ്റ്റൈലിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ എല്ലാരും ഒന്ന് മാറി നിൽക്കേ. ഇഷ്ടം പോണ, നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പരീക്ഷണത്തിന് തയ്യാറായാൽ റിയാക്ഷൻ എന്റെ മേലാണ് സംഭവിക്കുന്നത്. ഡോക്ടർ ആവിഷ്കാർ അങ്കിൾ, ഏതൊരു സ്ട്രോങ് ആയ സാധനത്തിനും തീർച്ചയായും ഒരു വീക്ക് പോയിന്റ് ഉണ്ടായിരിക്കും. ഈ അൺബ്രേക്കബിൾ ബോളിന്റെ വീക്ക്നെസ് എന്താന്ന് പറയോ പ്ലീസ്? ഷെടാ, നീ ഇപ്പൊ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാ. ഇതിനും ഒരു വീക്ക് പോയിന്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല.
ഒന്ന് ഓർമ്മിക്ക് ഡോക്ടർ ആവിഷ്കാർ, ഈ ബോളിന് തീർച്ചയായും ഒരു വീക്ക് പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ. എന്റെ വീക്ക് പോയിന്റ് എന്താണെന്നറിയോ? ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് ഒരു ഒറ്റവാക്കിൽ ചോദിക്കണമെങ്കിൽ ഹൗ? ഷെടാ, കഴിക്കാനും കുടിക്കാനുള്ള സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിലല്ലേ അടച്ചു വെച്ചിരിക്കുന്നത്. ഈ സൂപ്പർ ചിൽഡ് ജ്യൂസ് പോലെ സൂപ്പർ ചിൽഡ് ഐസ്ക്രീം. സൂപ്പർ ചിൽഡ് ഐസ്ക്രീമോ? വീക്ക് പോയിന്റ് കിട്ടിപ്പോയി. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 333 ആക്ടിവേറ്റ് ചെയ്യ. ഈ ബോളിനകത്ത് കൂളായ ഗ്യാസ് ഡ്രോപ്പ് ചെയ്യ. ഗ്യാസ് എന്തിനാണ്? കാരണം പെട്ടെന്ന് ടെമ്പറേച്ചർ കുറയുമ്പോ ഒരുപാട് മെറ്റീരിയൽ ഷ്രിങ്ക് ആയി പോവും. സോ നമ്മുടെ ഈ ഫോർമുല വർക്ക്ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഗുഡ് ഐഡിയ കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 334. സൂപ്പർ സ്പീഡോ, നമുക്കിപ്പോ എങ്ങനെയെങ്കിലും സൺസെറ്റിൽ നിന്ന് കൊള്ളയടിച്ച സാധനങ്ങൾ വീണ്ടെടുക്കണം. തീർച്ചയായും ചെയ്തേക്കാം കീക്കോ. അവന്മാരിപ്പോൾ എവിടെയാ ഉള്ളതെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ആ രണ്ടുപേരും കാറ്റർപില്ലർ വണ്ടി എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് അറിഞ്ഞാൽ മതി. വലിയ വലിയ ക്രിമിനൽസിന്റെ കാൽപ്പാടുകൾ വെച്ച് നമുക്കൊരു ട്രേസ് ചെയ്യാൻ പറ്റും. അവരെടുത്തിട്ട് പെരുമാറാം. വാവ്, കലക്കി. എന്തൊരു പഞ്ചായി പറഞ്ഞത്. ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സേർ. സേർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം സൺസിറ്റിന്റെ പുറത്ത് മലപ്രദേശങ്ങളുണ്ടല്ലോ, അവിടെ രണ്ട് വലിയ വലിയ കാറ്റർപില്ലർസിന്റെ കാൽച്ചുവടുകൾ കണ്ടെത്തിയിരിക്കുക. അവൻ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സംശയിക്കണ്ട, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഞങ്ങളുടെ ഈ ഗോഡൌണിലേക്ക് നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ചപ്പേട്ട എല്ലാം തകർത്ത് തരിപ്പണമാക്കും. പിന്നെ ഈ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. നിങ്ങൾ രണ്ടുപേരും ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ ബ്രില്യൻസും സ്മാർട്ടുമാണ്. ഞങ്ങളെക്കാൾ ആരെങ്കിലും ഫാസ്റ്റും സ്മാർട്ടുമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഒട്ടും ഇഷ്ടമേ അല്ല. അവനെ പീസ് ആക്കിയേക്ക്. സൂപ്പർ സ്പീഡോ, അവര് രണ്ടുപേരും ഒരു ടീമായി ചേർന്ന് കളിക്കുക. ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടാൻ നമ്മൾ തനിയെ ഫൈറ്റ് ചെയ്യണം. നീ ഫോർമുല നമ്പർ 183 അപ്ലൈ ചെയ്യ്. ചപ്പേട്ടയോട് ഫൈറ്റ് ചെയ്യ്. അപ്പോഴേക്കും ഞാൻ ലപ്പേട്ടയെ ഒരു വഴിയാക്കാം. ഓക്കെ ബ്രോ.
ലപ്പേട്ട എല്ലാം തകർത്ത് താരിപ്പണമാക്ക്. പിന്നെ ഈ ചപ്പേട്ട എല്ലാം വെടിവെച്ച് തകർക്കും. കീക്കോ എല്ലാം തകർത്തതിനു ശേഷവും അവരൊന്നിച്ചിരിക്കുകയാണ്. ബഡി, ആ ചപ്പേട്ടയും ലപ്പേട്ടയും വെഹിക്കിളിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്നത് വരെ അത് വീണ്ടും വീണ്ടും ഒന്നിച്ചോണ്ടേയിരിക്കും. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 49. അപ്പോഴേക്കും ഞാൻ ഒരു ഐഡിയ ചെയ്യാം. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 49. എങ്ങനെയെങ്കിലും ഞാൻ ആ ലപ്പേട്ടയെ വെഹിക്കിളിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. എങ്കിൽ മാത്രമേ അവൻ ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കൂ. വേറെ വഴിയില്ല. ഞാനിപ്പോ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. ഹോട്ടൽ സെൻസിറ്റീവ് നശിപ്പിക്കുന്നു പറഞ്ഞു വന്ന് നിങ്ങൾ ഇപ്പൊ എന്തിനാടാ ഓടുന്നത്? നിങ്ങൾ എങ്ങനെ ഞാൻ പിടിച്ചൊന്ന് കണ്ടില്ലേ? സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ലപ്പേട്ട പിന്നെ ചപ്പേട്ട യു ആർ അണ്ടർ അറസ്റ്റ്. കീക്കോടെയും സൂപ്പർ സ്പീഡോടെയും പവർ ആൻഡ് ജോഡി ഒരു 3 വാക്കിൽ പറയണമെങ്കിൽ ഹിപ് 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 ഹിപ്. എന്റെ ദൈവമേ, ഇവിടെ എന്തുമാത്രം ഉയരമുള്ള മലകളാ ഉള്ളത്. ഏതായാലും ഇപ്പൊ ഞാനൊരു അല്പം ഉരുളക്കിഴങ്ങ് കഴിച്ചോട്ടെ. ഈ അത്ഭുത കാഴ്ചയെ കുറിച്ച് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ബ്രെത്ത് ടേക്കിംഗ്. അത്ഭുത കാശ് എന്ന് പറയുമ്പോഴാണ് ഓർത്തത്, നമ്മൾ കീക്കോയെ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ, എനിക്കിപ്പോ തോന്നുന്നത് കീക്കോയും നമ്മൾക്കൊപ്പം ഈ ട്രെയിനിൽ തന്നെ വന്നിരുന്നെങ്കിൽ നന്നായേനെ. ഇത്രയും ഉയരം കൂടിയ മലകളിൽ കയറി വരണം എന്നൊക്കെ പറഞ്ഞ റിസ്ക് ആയ കാര്യല്ലേ? കൊച്ചുകുട്ടികൾ ട്രെയിനിന്റെ വേഗത്തിൽ ഓടി ജയിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും ട്രെയിൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു പോയിന്റാ പറഞ്ഞത്. നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സാർ. അയ്യോ ഡിറ്റക്റ്റീവ് ചട്പട്ടെ, എന്തുവാണോ താൻ അവിടെ കിടന്ന് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? മനസ്സിലാവുന്ന വിധത്തിൽ സിമ്പിൾ ആയിട്ട് പറ. ജട്ട്പട്ട് സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ഈ ട്രെയിൻ ചെന്നെത്തുന്നതിന് മുമ്പ് മലയുടെ കൊടിമുടിയിൽ ചെന്നെത്തുന്ന പറയുന്നത്. ദേ അങ്ങോട്ട് നോക്ക് കീക്കോ. അതെനിക്കറിയില്ല. നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് അവനെ കൊണ്ട് മേലെ എത്താൻ പറ്റില്ല.
കണ്ടില്ലേ, നമ്മൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് കീക്കോയിനെ കൊണ്ട് എത്താൻ പറ്റിയില്ല. ഹേ, നിന്റെ കോൺസെൻട്രേഷൻ എവിടെയാ? നമ്മുടെ ഹീറോ ദേ അവിടെയോട്ട് നോക്ക്. കൊച്ചുകുട്ടികളെ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കും. ഞങ്ങളുടെ ടോണി ബോസ് ഒരു കോമഡി പീസാണ്. കലക്ക് കേക്കോ, ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് നീ ഇവിടെ എത്തിക്കഴിഞ്ഞല്ലോ. അടുത്തതായി ഞാനും നിന്നെ പോലെ മൗണ്ടൻ ക്ലൈംബിംഗ് ചെയ്യും. വേണ്ട ഡോഡോ, അങ്ങനെയൊന്നും ചെയ്യരുത്. എനിക്ക് മല കയറാൻ നല്ല ട്രെയിനിങ് ഉണ്ട്. മൗണ്ടൻ ക്ലൈംബ് ചെയ്യുമ്പോ സേഫ്റ്റിക്ക് വേണ്ടി ഇത് ഞാൻ സ്വയം കയറുകൊണ്ട് കെട്ടിയതാ. ആരും ട്രെയിനിങ് ഇല്ലാതെ എക്സ്പെർട്ടിന്റെ അഡ്വൈസും ഇല്ലാതെ ഇതുപോലെ അപകടം പിടിച്ച കാര്യങ്ങൾ ചെയ്യരുത്. കീക്കോ ഇപ്പൊ പറഞ്ഞ കാര്യത്തെ ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ പെർഫെക്റ്റ്. അയ്യോ, പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലാവാത്തത്. അതായത് നമ്മളെല്ലാവരും ഈ ഹിൽ സ്റ്റേഷനിൽ എന്തിനാ വന്നിരിക്കുന്നത്? ടിംപോണ്ണ, അവിടെ ഒരു പഴയ കൊട്ടാരമുണ്ട്. അവിടെ ലോകത്തിലെ ഏറ്റവും പഴയ ഒരു ശില്പവുമുണ്ട്. ശില്പം ആന്റിക് ആയതുകൊണ്ട് വളരെ കോസ്റ്റ്ലിയുമാണ്. ആ ശില്പം ആരോ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ചട്പട്ടങ്കളിന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ സ്റ്റാച്ചു കാണാൻ ഇവിടെ എന്തുമാത്രം കൂട്ടമാ നിക്കുന്നെ. ഈ ഗ്യാപ്പില് ഞാനൊരു ഹോട്ട് ഡോഗ് കഴിച്ചോട്ടെ. കൊല്ലൻ കൊല്ലൻ, ശില്പം അടിച്ചു മാറ്റുകയാണ്. ശില്പം അടിച്ചു മാറ്റുന്നെന്നോ? പക്ഷേ അതിന് സെക്യൂരിറ്റിക്ക് വേണ്ടി അകത്ത് ഒരുപാട് ഗാർഡ്സ് നിപ്പുണ്ടല്ലോ. അത് മാത്രമല്ല, ഈ കൊട്ടാരത്തിന്റെ 4 ഭാഗത്തും കൊക്കയാണ്. ഇവിടെ വന്നു പോകാൻ ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. അകത്ത് വന്ന ആ കള്ളനെ അകത്തുള്ള ഗാർഡ്സിന് തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെന്താ അങ്ങനെ അടിച്ചു മാറ്റിയത്? ആർസവന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. സിഗ്നൽ അകത്തുനിന്നാണ് വരുന്നത്. ഒരു മിനിറ്റ് ഗാർഡ് അങ്കിൾസ്, ദേ നോക്കൂ, നിങ്ങൾ ഈ ശില്പം അടിച്ചു മാറ്റി വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നത്. ഞാൻ അപേക്ഷിക്കുകയാണ്, പ്ലീസ് ആ ശില്പം അവിടെ തന്നെ തിരിച്ചു വെച്ചേക്ക്. ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്തേക്കാം. നിനക്ക് വേണ്ടി ഞാൻ ആ ശില്പം വിട്ടു തരുന്നു. അവൻ ആ സ്റ്റാച്യുവിനെ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. മമ്മി, ഇപ്പോഴാ സ്റ്റാച്യു തകർന്ന് തരിപ്പണമായി കാണും. അക്കടെ പക്കടെ ബോംബെ ബോ, കൊള്ളയടിച്ചിട്ട് ഞങ്ങളങ്ങ് പോകും. ഗോ ഗോ ഗോ. അത് ടൈം ബോംബ്സ് ആണ്. ഒരുപക്ഷെ അത് പൊട്ടിത്തെറിച്ച ഈ കൊട്ടാരം മുഴുവനും തകർന്നു വീഴും. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഈ പാലസിന്റെ റൂഫിൽ ബോംബ് ഫിക്സ് ചെയ്തിരിക്കുക. അപ്ലൈ ഫോർമുല നമ്പർ 245. ഓക്കെ കീക്കോ, അപ്ലൈയിങ് ഫോർമുല 245. സൂപ്പർ സ്പീഡോ, നീ ബോംബ്സിന്റെ കാര്യം നോക്കിക്കോ. അപ്പോഴേക്കും ഞാൻ ചെന്ന് അവനെ പിടിച്ചേക്കാം. ഇപ്പോൾ എല്ലാ ബോംബുകളും എന്റെ വാക്യൂം ക്ലീനറിനകത്തായി കഴിഞ്ഞു.
എന്റെ ദൈവമേ, അത് കണ്ടോ? അവസാനായിട്ടുള്ള ബോംബ് ദാ അവിടെയുണ്ട്. ഞാനൊരു പക്ഷേ ഓവറായിട്ട് ബോംബുകൾ തിന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇനി ഞാൻ ഡയറ്റിംഗ് ചെയ്തേ പറ്റൂ. കീക്കോ, നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അവരെ ഡീൽ ചെയ്യാം. വേണ്ട സൂപ്പർ സ്പീഡോ, ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. നീ ചെന്ന് സ്റ്റാച്ചുവിനെ വീണ്ടെടുക്ക. ഓക്കെ കീക്കോ, ഞാൻ ആ സ്റ്റാച്യു ബാഗ് എടുത്ത് മേളിലേക്ക് പോയേക്കാം. പ്ലാൻ ബി. Okay, Bucker. Plan B in action now. സൂപ്പർ സ്പീഡോ, സ്റ്റാച്ചു വിട്ടിട്ട് ആദ്യം ജനങ്ങളെ രക്ഷിക്കുക. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 678. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 678. കീക്കോയുടെ ബ്രില്യൻസിന് മുൻപിൽ എത്ര വലിയ വില്ലനായാലും തീർച്ചയായും തോറ്റുപോകും. ഇത് കണ്ടോ കീക്കോ, ഞാൻ എല്ലാവരെയും രക്ഷിച്ചു. അക്കട് ബക്കട് ബമ്പേ ബോ, കൊള്ളയടിച്ചിട്ട് ഞങ്ങളങ്ങ് പോകും. ഗോ ഗോ ഗോ. ഓ നോ, കീക്കോ കൊക്കയ്ക്കകത്ത് വീഴാതെ ഞാൻ രക്ഷിച്ചേ പറ്റൂ. താങ്ക് യു സൂപ്പർ സ്പീഡോ. മെൻഷൻ നോട്ട് ബ്രോ, വി ആർ ഫ്രണ്ട്സ്. പക്ഷേ ആ അക്കഡ് ബക്കറ്റിനെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഒരു പക്ഷേ സ്റ്റാച്യുമായി എസ്കേപ്പായി കാണും. ഇതിപ്പോ വലിയ പ്രശ്നമായി തീർന്നല്ലോ. ഇത്രയ്ക്ക് ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടായിട്ട് പോലും ആ സ്റ്റാച്യുവിനെ കൊള്ളയടിച്ചു പോയിരിക്കുകയാണല്ലോ. മമ്മി, സംഭവിക്കേണ്ടത് സംഭവിച്ചു. പക്ഷേ ഞാനും കീക്കോയും അതെങ്ങനെയെങ്കിലും എടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് തരും. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ആ അക്കഡ് ബക്കറിനെ നമ്മൾ ഇനി എവിടെ പോയി തേടും? പോരാത്തതിന് അവന്മാര് മാസ്കും അണിഞ്ഞിരുന്നു. അതുകൊണ്ട് അവരെ അടയാളം കണ്ടുപിടിക്കാനും പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ദൂരം വരെ അവരെ ഫോളോ ചെയ്ത് നോക്കിയതാ. പക്ഷേ അവർ സ്റ്റാച്യു എടുത്തു കൊണ്ടുപോകുന്ന കാര്യത്തിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരെങ്ങോട്ടാ പോയത്? ദേ ആ സൈഡിലേക്കാ, നോർത്ത് ഡയറക്ഷനിലേക്കാ പോയത്. നോർത്ത് ഡയറക്ഷൻ. കം ഓൺ സൂപ്പർ സ്പീഡോ. ഓക്കെ ബ്രോ. ഞങ്ങൾ നിന്റെ ഒപ്പം വന്നേക്കാം. ഒരു മിനിറ്റ് സൂപ്പർ സ്പീഡോ, യു ടേൺ എടുക്ക്. നമുക്ക് ആ രണ്ട് ഗാർഡ്സിനെ ഫോളോ ചെയ്യാം. വേഗം. കീക്കോ, നീ ഇപ്പൊ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ഒറ്റവാക്കിൽ ചോദിക്കണമെങ്കിൽ why? ആ രണ്ട് ഗാർഡ്സും നമ്മളെ നോർത്ത് ഡയറക്ഷനിലല്ലേ പോവാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്തിനാണ് നമ്മൾ യു ടേൺ എടുത്ത് പോകുന്നത്? കാരണം സ്റ്റാച്ചു അടിച്ചു മാറ്റുന്നത് വേറെ ആരുമല്ല, ആ രണ്ട് ഗാർഡ്സ് തന്നെയാണ്. എന്റെ ദൈവമേ, ഇത് അതിഭയങ്കരമായ സസ്പെൻസ് കഥ പോലെ ഉണ്ടല്ലോ. ഞാനൊരൽപ്പം കഴിക്കട്ടെ. ഈ കാര്യം നീ എങ്ങനെയാണ് ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് കീക്കോ? ഞാൻ ആ മാസ്ക് ഇട്ട രണ്ട് കള്ളന്മാരുമായിട്ട് ഏറ്റുമുട്ടുമ്പോ അറിയാതെ ഒരാളുടെ ഷൂ അല്പം ഡാമേജ് ആയി പോയി. ഇപ്പൊ അവര് രണ്ടുപേരും നമ്മുടെ മുമ്പിൽ വന്ന് നിന്നില്ലേ, അതിൽ ഒരുത്തന്റെ ഷൂ അതേപോലെ ഡാമേജ് ആയിരുന്നു. അത് കൊള്ളാലോ. അപ്പൊ അതിന്റെ അർത്ഥം അവർ രണ്ടുപേരും മാസ്ക് ഇട്ട് മുഖം മറിച്ചിട്ട് കൊള്ളയടിച്ചിരിക്കുകയാണല്ലേ? അതാണ് കാര്യമെങ്കിൽ അടുത്ത സെക്കൻഡ് തന്നെ നീ എന്തായിരുന്നു അവരെ പിടികൂടഞ്ഞത്? അവര് നമ്മളെ നോർത്ത് ഡയറക്ഷനിലേക്ക് അയച്ചിട്ട് മിസ്ഗൈഡ് ചെയ്തതല്ലേ? കാരണമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവരെ രണ്ടുപേരെയും വെച്ചോണ്ട് മറ്റാരോ ആണ് കൊള്ളയടിച്ചത്.
അവർ തങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നെങ്കിൽ ഇപ്പോ ആ ശില്പം അടിച്ചു മാറ്റി രക്ഷപ്പെട്ടിരുന്നേനെ. ഏതോ ഒരു മൂന്നാമത്തെ ആൾക്ക് വേണ്ടിയാ ഇവരിതൊക്കെ ചെയ്യുന്നേ. എന്നെ കളിപ്പിക്കാൻ നോക്ക. ആ ഒറിജിനൽ കള്ളനെ നമ്മൾ കണ്ടെത്തണം. അതുപോലെ നമ്മളിപ്പോ ഇവന്മാരെ ഫോളോ ചെയ്തേ പറ്റൂ. അതാണ് കാര്യമെങ്കിൽ ഫ്ലൈയിങ് സൂപ്പർ സ്പീഡോ റെഡി. കണ്ണെത്തും ദൂരം വരെ ആരെയും കാണുന്നില്ലല്ലോ. സൂപ്പർ സ്പീഡോ ഒരല്പം മേളിലോട്ട് നോക്ക്. ഓഹോ, അവര് നമ്മൾ താഴെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ അവര് മുകളിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കട് ബക്കട് ബംബേ ബോ, കൊള്ളയടിച്ചിട്ട് ഞങ്ങൾ പോകും ഗോ ഗോ ഗോ. നല്ല രസമുണ്ടായിരുന്നു. ഈ മാസ്കിന്റെ സഹായത്തോട് നമ്മളെല്ലാവരെയും പറ്റിച്ചു. കീക്കോയും സൂപ്പർ സ്പീഡോയും കള്ളന്മാരെ നോർത്ത് ഡയറക്ഷനിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളോ ഇവിടെയാണുള്ളത്. ഈ സ്റ്റാച്യു കൊണ്ടുപോയി ജോണ്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് പണമുണ്ടാക്കാം. സൂപ്പർ സ്പീഡോ ഇതിൽ കൂടുതൽ വിട്ടുവെച്ചാൽ അക്കഡ് ബക്കഡ് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവും. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 214. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 214. കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ, നിങ്ങൾ വളരെ ശക്തിമാന്മാരാണ്. നമ്മൾ അറിയാതെ അവർ നമ്മളെ ഫോളോ ചെയ്ത് വന്നിരിക്കുക. നീ ഇങ്ങോട്ട് മാറി നിൽക്ക്, ഇപ്പൊ തന്നെ കാണിച്ചു കൊടുക്കാൻ ഞാൻ. കീക്കോ, നമ്മൾ അവരെ ഫോളോ ചെയ്യുന്ന കാര്യം അവർ മനസ്സിലാക്കി. ഇനി നമ്മൾ എന്താ ചെയ്യാ? കീക്കോ, അവന്റെ മിസൈൽ എന്റെ സിസ്റ്റത്തിന് ഡാമേജ് ചെയ്തിരിക്കുകയാണ്. ഓട്ടോ റിപ്പയർ ചെയ്യാൻ സമയമെടുക്കും. ശരി സൂപ്പർ സ്പീഡോ, നീ ഓട്ടോ റിപ്പയർ ചെയ്യേ. അതുവരെ ഞാൻ അവരെ ഡീൽ ചെയ്തോളാം. അക്കട് ബക്കട് ബംബേ ബോ, കൊള്ളയടിച്ച് ഞങ്ങള് പോകും ഗോ ഗോ ഗോ. ഇപ്പൊ ആ സ്റ്റാച്ചു സ്വന്തമാക്കണമെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അക്കട് ബക്കട് ബംബേ ബോ, കൊള്ളയടിച്ച് ഞങ്ങൾ പോകും ഗോ ഗോ ഗോ. ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാ കേബിൾ കാർസും എന്റെ കൺട്രോളിലാ ഉള്ളത്. എനിക്ക് എന്റെ ഇഷ്ടം പോലെ അത് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചുവിടാൻ പറ്റും. ആ
എന്നാ പിടിച്ചോ. നീ എന്നോട് ചോദിച്ച പണത്തേക്കാൾ പല മടങ്ങ് അധികമായിട്ടാണ് തന്നിരിക്കുന്നത്. അതെന്തിനാ? കാരണം ഞാൻ ഈ സ്റ്റാച്ചു ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത് വരെ നിങ്ങൾ രണ്ടുപേരും കീക്കോയെ തടഞ്ഞു നിർത്തണം. ദേ അങ്ങോട്ട് നോക്ക്. ജോന്തി, നിങ്ങൾ പൊക്കോ. ഈ ചെക്കന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. കീക്കോ, ഇവര് രണ്ടുപേരും നമ്മളെ ഒരു വഴിയാക്കി. പക്ഷേ ജോണ്ടി സ്റ്റാച്യൂമായി എസ്കേപ്പ് ആയിരിക്കാണ്. നീ സമ്മതിച്ചാൽ ഞാൻ അവരെ ഫോളോ ചെയ്യട്ടെ? വേണ്ട സൂപ്പർ സ്പീഡോ. ഒരുപക്ഷെ അവൻ നിന്റെ നേർക്ക് വീണ്ടും ഒരു മിസൈൽ ഷൂട്ട് ചെയ്താ നിനക്ക് മുറിവേൽക്കും. നമുക്കൊരു കാര്യം ചെയ്യാം. ഏതെങ്കിലും ഒരു കേബിൾ കാറിൽ നമുക്ക് അവനെ ഫോളോ ചെയ്യാം. കൊള്ളാം. നിങ്ങൾ എല്ലാവരും എന്നെ കേബിൾ കാറിൽ ഫോളോ ചെയ്ത് വരികയാണല്ലേ? എല്ലാ കേബിൾ കാറിനെയും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ടോട്ടൽ ലോകത്തെയും ഞാൻ എന്റെ കൺട്രോളിൽ കൊണ്ടുവരും. ഇന്ന് ആ കാര്യം നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കും. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 8. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 8. ഷെടാ, എന്താ ഇതൊക്കെ? ജോണ്ടി ഇവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആയി കളഞ്ഞല്ലോ. സൂപ്പർ സ്പീഡോ, പ്ലീസ് ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 817. ഓഫ് കോഴ്സ് ബ്രോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 817. വേറെ ഒരു വഴിയില്ല. ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. മലപ്രദേശങ്ങളുള്ള സ്ഥലത്ത് കേബിൾ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അഭ്യാസങ്ങൾ കാണിച്ചു അല്ലേ? ഇപ്പൊ തലയും കുത്തി താഴെ കിടക്കുന്ന കണ്ടില്ലേ? എന്ന് വെച്ചാൽ സാർ, ചുരുക്കത്തിൽ പറഞ്ഞു വരുന്ന അർത്ഥം, നീ പോകേണ്ട സ്ഥലം ജയിൽ. അവിടെ വെച്ച് ഞങ്ങൾ നിന്റെ എല്ല് മൊത്തം എണ്ണിയെടുക്കും. ഈ സ്റ്റാച്ചുവിനെ കുറിച്ച് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഫാന്റാസ്റ്റിക്. സാധാരണ ഫാന്റാസ്റ്റിക് അല്ല, സൂപ്പർ ഫാന്റാസ്റ്റിക്. പക്ഷേ കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ പോലെ ഫാന്റാസ്റ്റിക് ആയി വേറൊന്നുമില്ല.